ഹായ് ഓൾ, ദൃഷ്ടി ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 24-25 തീയതികളുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, അടുത്തിടെ ലോപ്നൂർ ആണവ പരീക്ഷണ കേന്ദ്രം പുനരാരംഭിച്ചത് എവിടെയാണ്? അടുത്തിടെ ലോപ്നൂർ ആണവ പരീക്ഷണ കേന്ദ്രം പുനരാരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ചൈനയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ആണവ പരീക്ഷണ കേന്ദ്രം ഉള്ളത് രാജസ്ഥാനിലെ പൊഖ്രാനിലാണ്. അതുകൂടി ഓർത്തു വെച്ചേക്കാം. രണ്ടാമത്തെ ചോദ്യം, മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ പേരിൽ നൽകുന്ന കളിയച്ചൻ പുരസ്കാരത്തിന് 2023 അർഹനായത് ആരാണ്? ചോദ്യം ഒന്നുകൂടി വായിക്കാം. മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ പേരിൽ നൽകുന്ന കളിയച്ചൻ പുരസ്കാരത്തിന് 2023 അർഹനായത്. ഉത്തരം കലാമണ്ഡലം ഗോപിയാണ്. അപ്പൊ ഓർക്കുക, കളിയച്ചൻ പുരസ്കാരം ആരുടെ പേരിലാണ് നൽകുന്നത്? മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ പേരിൽ നൽകുന്ന പുരസ്കാരമാണ് കളിയച്ചൻ പുരസ്കാരം. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ അന്തരിച്ച 1987 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ജേതാവ് ആരാണ്? 2023 ഡിസംബറിൽ അന്തരിച്ച, ചോദ്യം പ്രത്യേകം നോട്ട് ചെയ്യുക, ഡിസംബർ അന്തരിച്ചതാണ്. 1987 അദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്ര നൊബേൽ സമ്മാനം കിട്ടിയത്. അത് ആർക്കാണ്? റോബർട്ട് എം സോളോയാണ്. അദ്ദേഹം അന്തരിച്ചത് ഡിസംബർ 21 അതുകൂടി ഓർത്തു വെച്ചേക്കാം. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ പത്മശ്രീ പുരസ്കാരം തിരിച്ചു നൽകിയ ഇന്ത്യൻ ഗുസ്തി താരം ആരാണ്? 2023 ഡിസംബറിൽ പത്മശ്രീ പുരസ്കാരം തിരിച്ചു നൽകിയ ഇന്ത്യൻ ഗുസ്തി താരം ആരാണ്? ബജ്രംഗ് പൂനിയ ആണ്. അഞ്ചാമത്തെ ചോദ്യം, 2023 ഡിസംബറിൽ ഗുജറാത്ത് തീരത്ത് ഡ്രോൺ ആക്രമണം നേരിട്ട എണ്ണക്കപ്പൽ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് പത്രവാർത്തയിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. 2023 ഡിസംബർ 23 ഗുജറാത്ത് തീരത്ത് ഡ്രോൺ ആക്രമണം നേരിട്ട എണ്ണക്കപ്പലിന്റെ പേരെന്താണ്? എന്താണ് പേര്? MV കെം പ്ലൂട്ടോ. ആറാമത്തെ ചോദ്യം, സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യ OTT പ്ലാറ്റ്ഫോം ഏതാണ്? സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആദ്യ OTT പ്ലാറ്റ്ഫോം ഏതാണ്? സി സ്പേസ് ആണ് ഉത്തരം. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഗുസ്തി താരം ആരാണ്? ഉത്തരം സാക്ഷി മാലിക്. എട്ടാമത്തെ ചോദ്യം, ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ്? ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24. അടുത്തത് ദേശീയ സൽഭരണ ദിനം എന്നാണ്? ദേശീയ സൽഭരണ ദിനം എന്നാണ് ഡിസംബർ 25. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഡിസംബറിലെ ഒരുപാട് ദിനങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും നോട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കും വീഡിയോസിനുമായി ദൃഷ്ടി ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, റൂട്ടഡ് ഡൗൺലോഡ് ചെയ്യുക. താങ്ക്